പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മിനർവ മോഹൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മിനർവ മോഹൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വിജയമാക്കണം. ഒരു പഞ്ചായത്ത് ഭരണ കാഴ്ചവെച്ചിട്ടുള്ള മിനർവ ചേച്ചിക്ക് ഇനിയുള്ള 5 വർഷക്കാലവും ഭംഗിയായി തന്നെ പൂഞ്ഞാർ തെക്കേക്കരയുടെ ഭരണ സ്ഥാനത്തിലേക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് എല്ലാ രീതിയിലും ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ, അതായത് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന
മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടി. സഹപ്രവർത്തകരായ മെമ്പർമാരെ ആദ്യമേ തന്നെ സ്ഥാനമേറ്റെടുത്ത ശ്രീമതി നിർവ്വാഹവും എല്ലാവരും അഭിനന്ദനങ്ങളും ആശംസിക്കുകയാണ്. ഒന്നാമത്തെ ഒരു അവസരമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഈ അവസരം നാടിൻ്റെ വികസനത്തിന് അതുപോലെ ഇവിടുത്തെ പാവങ്ങൾക്ക് ക്ഷേമകരമായ പദ്ധതി നടപ്പിലാക്കുന്നതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിനു മുമ്പ് 2 തവണ പ്രസിഡന്റായിരുന്ന സമയത്ത് ഒട്ടേറെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ അദ്ദേഹത്തിലൂടെ കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാമല്ലോ, ഈ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ മികച്ച പഞ്ചായത്തുകളുടെ അവാർഡ് നേടിയതെല്ലാം ആ കാലഘട്ടത്തിലാണ്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മിനർവ മോഹൻ എന്ന പ്രവൃത്തി പരിചയമുള്ള ഒരു പ്രസിഡന്റാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നമുക്ക് ഭരണസമിതിയെ നല്ല രീതിയിൽ നേതൃനിരയിൽ നിന്ന് നയിച്ചുകൊണ്ട് നല്ല നല്ല വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ 15 വാർഡുകളിലും നടപ്പിലാക്കാൻ സാധ്യമാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ മിനർവ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകുന്നു. അതിനുപരി നേരത്തെ സൂചിപ്പിച്ച പോലെ മിനർവ ചേച്ചിയുടെ പരിചയ സമ്പത്ത് തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിന് മുതൽക്കൂട്ടാകും എന്ന് കരുതുന്നു. ഇവരുടെ പ്രതിപക്ഷത്ത് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു. ഈ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല എന്നുള്ളതാണ് ചെയ്താൽ ഭരണഘടനാ പ്രകാരമായിട്ട് പോലും പ്രതിപക്ഷമില്ല. ഒറ്റക്കെട്ടായിട്ട് തീർച്ചയായിട്ടും നല്ല പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയത്തിനുപരിയായി നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ പടിക്ക് പുറത്താണ്. രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനുപരിയായി എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് പോകാൻ, അവരെ ഏകോപിച്ച് പോകാൻ കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തിത്വം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അതിനെ കൃത്യമായി ഏകോപിപ്പിക്കാനും ഈ നാടിൻ്റെ വികസനങ്ങൾ കാഴ്ചപ്പാടോടുകൂടി, നമുക്കറിയാം റോഡ് പണിയുന്നതും പാലം പണിയുന്നതും മാത്രമല്ല വികസനം, അതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഇടപെടാൻ നമുക്ക് കഴിയും. ത്രിതല പഞ്ചായത്ത് കഴിഞ്ഞ 30 വർഷത്തേക്ക് വരുമ്പോൾ ആ 30 വർഷത്തിനിടയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലാണ് ഏറ്റവും അധികം പഞ്ചായത്ത് സർവീസ് നമുക്ക് ഫണ്ട് വന്നു. നമ്മളെങ്ങനെയെങ്കിലും നമ്മളതിനകത്ത്, ഞാനും ഒരു ത്രിതല കഴിഞ്ഞ മെമ്പറായിരുന്നു, എങ്ങനെയെങ്കിലും 10 രൂപ കിട്ടുന്നതിനകത്ത് കൊണ്ട് എൻ്റെ വാർഡിൽ മുടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് അത്. എനിക്ക് നിങ്ങളുടെ ഭരണസമിതിയോട്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ നാട്ടിലില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ നാട് വിട്ടു പോകുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ വരുമാന മാർഗങ്ങളെക്കുറിച്ച് കുഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ഈ സംസ്ഥാനത്ത് തന്നെ മാതൃകയാവുന്ന രീതിയിൽ ഇവിടെ ഒരു തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ, റോഡും പാലവും അല്ല, അതിനപ്പുറത്തേക്ക് വികസനം എന്ന് പറഞ്ഞാൽ ഓരോ സാധാരണക്കാരനെയും ജീവിതത്തെ സ്പർശിക്കുന്നതാണ് വികസനം. ആ ജീവിതത്തെ സ്പർശിക്കാൻ അത് നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകാൻ മിനർവ മോഹന് കഴിയട്ടെ. വിദേശത്തോട്ട് പോയ നമ്മുടെ കുട്ടികൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ, അത് ഇവിടെ നിന്നായിരിക്കണം അതിൻ്റെ തുടക്കം. നമ്മൾക്ക് ദൈവാനുഗ്രഹിച്ച് തന്ന ഒരു വരദാനമുണ്ട് കുഞ്ഞാർ തെക്കേക്കരയിൽ. നമ്മുടെ പ്രകൃതിയും അതുപോലെ നമ്മുടെ കൃഷി, ഈ 2 കാര്യങ്ങൾ. കൃഷിയെ ഉപേക്ഷിച്ച് വരുമാനം ഉണ്ടാകില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടികൾ ഇവിടെ നിന്നും, അതും 5, 8, 10 ഏക്കർ സ്ഥലമുള്ള വീട്ടിലെ കുട്ടികളാണ് വിദേശത്തേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു സമ്പദ്ഘടനയെ ഉയർത്താനും, അതുപോലെ കാർഷിക മേഖലയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വർഷാവർഷം സംസ്ഥാന സർക്കാരിൻ്റെ മുട്ടക്കോഴി വിതരണവും അതിനപ്പുറത്തേക്ക് അവരിൽ നിന്ന് പച്ചക്കറി വിത്ത് വിതരണവും അല്ല, അതിനൊക്കെ അപ്പുറത്ത് ഈ നാട്ടിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓരോ വസ്തുവിനും മാന്യമായ വില കിട്ടുന്ന മാർക്കറ്റ് പൂഞ്ഞാർ തെക്കേക്കരയിലുണ്ടാകണം. നമ്മുടെ പെരിങ്ങളവും നമ്മുടെ അടിവാരവും നമ്മുടെ കുന്നോന്നിയും നമ്മുടെ കൈപ്പള്ളിയുമൊക്കെ അതിസുന്ദരമായ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളെ എല്ലാം വളരെ കൃത്യമായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊന്നും അല്ല, പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വിദേശ ടൂറിസ്റ്റുകൾ വഴിയെത്തുന്ന ടൂറിസം ഡെവലപ്മെൻറ്റ്, നമ്മുടെ കിട്ടുന്ന പൈസ വീതം വെക്കാതെ ടൂറിസത്തിന് വേണ്ടി വലിയ തുക മാറ്റിവെച്ച് ഈ നാടിൻ്റെ സമ്പദ്ഘടന അതിനെ കൃത്യമായി നല്ല രീതിയിലേക്ക് എത്തിക്കുവാൻ, നമ്മുടെ ചെറുപ്പക്കാർ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു നല്ല ഭരണസമിതിയായിട്ട് മാറട്ടെ. എല്ലാ ആശംസകളും പ്രിയമുള്ള സഹപ്രവർത്തകരെ എല്ലാവർക്കും അനേകമായ നമസ്കാരം.
ഇനി വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എനിക്ക് വോട്ട് ചെയ്ത എൻ്റെ പ്രിയമുള്ള എൻ്റെ സഹപ്രവർത്തകർ, വോട്ട് ചെയ്തവർക്ക് ചെയ്യാത്തവർക്കും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനമാണ്. അപ്പോൾ പ്രതിപക്ഷം എന്നല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ എല്ലാം ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും അത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ 15 പേരും ഒരേ മനസ്സോടുകൂടി നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആരാധനായ ആദരണീയനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞതുപോലെ നമ്മളുടെ മക്കൾ വിദേശത്തേക്ക് പോയി നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ജീവിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ ഏറ്റവും ധന്യരായി തീരും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ടൂറിസം പോലെയുള്ള വികസന സാധ്യതയുള്ള നമ്മുടെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ എല്ലാ രംഗങ്ങളിലും വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകാം. അപ്പം എനിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏറ്റവും ഭംഗിയായി നിർവഹിച്ച ബഹുമാന്യായ റിട്ടേണിംഗ് ഓഫീസർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ, ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്ന് എൻ്റെ സഹപ്രവർത്തകർക്ക് എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയങ്കരായ പാർട്ടി പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കും എല്ലാം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പോകുന്നത് പോവാണോ വരുന്നില്ലേ? സൗണ്ട്